ഹായ് ഓൾ. അപ്പം നമ്മൾ ഇന്ന് ഓൺലൈനായിട്ട് എങ്ങനെ വിവരാവകാശം സമർപ്പിക്കാമെന്നുള്ളതാണ് നോക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ കുറച്ച് സ്റ്റെപ്പുകൾ കാണിച്ചു തരാം. നമ്മൾ അതിന് കയറേണ്ടത് RTI കേരള പോർട്ടലിൻ്റെ വെബ്സൈറ്റിലാണ്. അപ്പം ഞാൻ ഡയറക്റ്റ് ഗൂഗിൾ ക്രോമിലോട്ട് പോവുകയാണ്. Gold Wave Google 14 Google Chrome New ഇവിടെ ഞാൻ RTI കേരള പോർട്ടൽ എന്ന് സെർച്ച് ചെയ്യുകയാണ്. RTIPORTLKRA Google.com റിസൾട്ട്സ് വന്നിട്ടുണ്ട്. നമുക്ക് ഡയറക്റ്റ് റിസൾട്ടിലേക്ക് പോവാം. Main landmark clickable RTI portal home Government of Kerala heading level 3 visited link ഓക്കെ, നമ്മൾ ഹെഡിങ് വൈസ് ആയിട്ട് വരുമ്പോൾ ഫസ്റ്റ് കിട്ടുന്നതാണ്. ഞാൻ എൻ്റർ ചെയ്യുന്നു. RTI portal home ഇതാണ് RTI പോർട്ടലിന്റെ ഹോം. ഞാനിവിടെ ടാബ് ചെയ്ത് പോവാണ്. Navigation landmark home same page link ഹോം list with 8 items guidelines link ഗൈഡ്ലൈൻസ്. application status link ഇവിടെ നമുക്ക് ആപ്ലിക്കേഷൻ നമ്മൾ കൊടുത്തിട്ടുള്ള ആപ്ലിക്കേഷന്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ കഴിയും. application history link ആപ്ലിക്കേഷൻ ഹിസ്റ്ററി ഉണ്ട്. user manual link യൂസർ മാനുവൽ, RTI ACT link RTI ആക്ട്, contact us link കോണ്ടാക്ട് us, frequently asked questions link ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്. login visited link നമ്മൾ ആദ്യം കയറേണ്ടത് ഇവിടെയാണ്, ലോഗിനിലാണ്. ERT അപ്പോൾ ഇവിടെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ലോഗിൻ പേജിലോട്ട് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ email ID/mobile no edit ഇമെയിൽ ID ഉണ്ട്, password edit protected പാസ്വേഡ് ഉണ്ട്, edit read only TLAV ക്യാപ്ച ഇവിടെ ഓൾറെഡി പറയുന്നുണ്ട്. edit required അതിന്റെ താഴെയായിട്ട് നമുക്ക് ടാബ് ചെയ്ത് പോകുമ്പോൾ button login button ലോഗിൻ ഉണ്ട്, forgot password link ഫോർഗോട്ട് പാസ്വേഡ് ഉണ്ട്, registration visited link രജിസ്ട്രേഷൻ. ആദ്യമായിട്ട് ഇതുവരെ RTI ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഈ രജിസ്ട്രേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ഞാൻ അതിൽ എൻ്റർ ചെയ്യുന്നു. RTI portal register അവിടെ നമുക്ക് navigation landmark government of Kerala RTI portal heading level 1 ഞാൻ പ്രസ് ചെയ്ത് registration heading level 1 രജിസ്ട്രേഷനിൽ വന്നു. ടാബ് ചെയ്യാം. list with 2 items home link email ID edit enter email blank has auto complete ആദ്യം ചോദിക്കുന്നത് ഇമെയിൽ ID ആണ്. അത് ഇമെയിൽ ID കൊടുക്കുക. mobile edit enter mobile number blank has auto complete മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക. name edit enter name blank has auto complete നമ്മുടെ പേരെന്താണ് അത് കൊടുക്കുക. mail radio button checked 1 of 3 ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക. address edit multi-line blank അഡ്രസ്സ് ടൈപ്പ് ചെയ്യുക. pin code edit enter pin code blank has auto complete പിൻകോഡ് കൊടുക്കണം. password passwords must be at least 8 characters long അവിടെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. edit blank അവിടെ അടുത്ത എഡിറ്റ് ബാങ്ക് പാസ്വേഡ് കൺഫേം ചെയ്യാനാണ്. ഞാൻ confirm password edit protected 15 bullet കണ്ടോ കൺഫേം പാസ്വേഡ് ഉണ്ട്, അത് കൊടുക്കുക. please enter the ZVQJ അവിടെ OTP ക്യാപ്ച ചോദിക്കുന്നുണ്ട്. ക്യാപ്ച ടൈപ്പ് ചെയ്ത് കൊടുക്കുക. link edit visited same page link cancel button register അവിടെ രജിസ്റ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പോപ്പപ്പ് ഡയലോഗ് ബോക്സ് വരും, നിങ്ങളുടെ രജിസ്റ്റർ ആയി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി രജിസ്റ്റേർഡ് ആണ്. ഞാൻ ലോഗിൻ ചെയ്യാണ്. navigate elements list login ERTI login email IDs ഞാൻ എൻ്റെ ഇമെയിൽ ID കൊടുക്കുന്നു. thushara.thushara@gmail.com password പാസ്വേഡ് ടൈപ്പ് ചെയ്യാം. star edit read only selected WXV4 ഇതിവിടെ ജസ്റ്റ് ടാബ് ചെയ്ത് വരുമ്പോൾ ഈ ക്യാപ്ചർ ഇത് പറയും, ജസ്റ്റ് കോപ്പി ചെയ്യുക. edit required blank എഡിറ്റ് റിക്വയർഡിൽ പേസ്റ്റ് ചെയ്യുക. WXV4 blank ഓക്കെ, button login forgot login button ഞാൻ ലോഗിൻ കൊടുക്കാം. RTI portal dashboard navigation landmark list with 1 item button out of list with 3 items graphic gov emblem heading level 4 government of Kerala heading level 1 RTI നമ്മൾ ലോഗിൻ ആയിട്ടുണ്ട്. ഡൗൺ ആരോ പ്രസ് ചെയ്ത് പോകാൻ combo box collapsed English out of list with 4 items same page link logout ലോഗ് ഔട്ട് ഉണ്ട്. same page link 0 graphic appears to say Nick NICയുടെ ലോഗോ ഉണ്ട്. graphic appears to say Kerala state graphic mission out of list complimentary landmark visited same page link RTI portal graphic user image link Vaishnavar കണ്ടോ, എന്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. navigation landmark menu visited same page link dashboard അപ്പം നിലവിൽ ഡാഷ്ബോർഡിലാണ് നമ്മൾ ഇരിക്കുന്നത്. same page link RTI RTI ഉണ്ട്, link user manual യൂസർ മാനുവൽ, same page link logout ലോഗ് ഔട്ട് ഉണ്ട്. out of menu heading level 1 dashboard list with 2 items link home / ഡാഷ്ബോർഡിനകത്ത് ഹോം ഉണ്ട്. dashboard out of list heading level 3 new RTI ന്യൂ RTI ഇവിടെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഈ ന്യൂ RTIയിൽ visited link more info ഇവിടെ മോർ ഇൻഫോയിൽ എൻ്റർ ചെയ്യുക. RTI
അപ്പോൾ പുതിയൊരു പേജ് വന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. Navigate RTI portal heading new RTI heading level 1. ഞാൻ എച്ച് പ്രസ് ചെയ്ത് ന്യൂ RTIയിലോട്ട് വന്നു. List with 3 items link home / link art / new RTI out of list heading level 3 public authority details. പബ്ലിക് അതോറിറ്റി ഡീറ്റെയിൽസ് ആണ് ആദ്യം ചോദിക്കുന്നത്. Select department star. Combo box collapsed. Select department. നമുക്ക് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ഇവിടെ ഏതാണ്ട് 6000 മേലെ ഇത് കൊടുത്തിട്ടുണ്ട്. Select department. Expanded list. ADA Agali not selected 5 of 6417. 6417 ഡിപ്പാർട്ട്മെന്റുകൾ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് എടുക്കുക. നമ്മുടെ ഒരു ആക്സസിബിലിറ്റി ഇഷ്യൂ ഉണ്ട്, നമുക്ക് ലെറ്റർ നാവിഗേഷൻ നടക്കില്ല, ഡൗൺ ഏരോ പ്രസ് ചെയ്ത് തന്നെ പോകണം. തൽക്കാലം ഞാനിവിടെ ഇത് സെലക്ട് ചെയ്യും. ADA Agali combo box. ADA Agali collapsed. ADA Agali സെലക്ട് ചെയ്തിട്ടുണ്ട്. Heading level 3 personal details. പേഴ്സണൽ ഡീറ്റെയിൽസ് ഉണ്ടോ? Email ID star Vaishnav.mobile no. Edit 9 billion. ഇത് നമ്മൾ ഓൾറെഡി രജിസ്ട്രേഷൻ സമയത്ത് കൊടുത്ത ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ട്. Applicant name star edit Vaishnav R. Select gender star. Radio button checked. Male. Radio button not checked. Female. Radio button not checked. Third gender applicant address star. ആപ്ലിക്കന്റിന്റെ അഡ്രസ് ചോദിക്കുന്നുണ്ട്. Edit multi-line 35/300. അപ്പൊ എന്റെ അഡ്രസ് അവിടെ ഞാൻ Out കൊടുത്തിട്ടുണ്ട്. of edit pin code star. Edit 600. Select country star. Radio button checked. India. കൺട്രി സെലക്ട് ചെയ്യാൻ ഓൾറെഡി ഇന്ത്യ ചെക്ക്ഡ് ആണ്. Radio other. Select state star combo box collapsed. Select state. ഇവിടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. List. Select Andhra R S B Delhi Go Guj Hari Hima Jharkhand Karnataka Kerala. ഞാൻ കേരള സെലക്ട് ചെയ്തു. Other. Select state star combo box collapsed Kerala. Land phone. ലാൻഡ് ഫോൺ ഉണ്ടെങ്കിൽ Edit enter land phone number. കൊടുക്കാവുന്നതാണ്. Citizenship star only Indian citizens are allowed to file RTI. സിറ്റിസൺ ചോദിക്കുന്നുണ്ട്, അത് ഇന്ത്യയാണ്. Radio button checked. Indian. Radio button not checked. Other is the applicant below poverty line star. ആപ്ലിക്കന്റ് BPL ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് യെസ് ആണെങ്കിൽ ഫീ കൊടുക്കണ്ട. Radio button checked. No. ഡിഫോൾട്ട് ആയിട്ട് നോ ആണ് ചെക്ക് ആയിരിക്കുന്നത്. Radio button not checked. Yes. അല്ലെങ്കിൽ ചെക്ക് യെസ് കൊടുക്കാവുന്നതാണ്. No fee for BPL applicant. താഴെ തന്നെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, നോ ഫീ ഫോർ BPL ആപ്ലിക്കന്റ്. Heading level 3 general application. ജനറൽ ആപ്ലിക്കേഷൻ. Text for RTI star. ടെക്സ്റ്റ് ഫോർ RT. Edit multi-line. ഇവിടെ നമുക്ക് വേണ്ട ടെക്സ്റ്റ് എന്താണോ നമ്മൾ RTIയിൽ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ വെള്ള പേപ്പറിൽ എഴുതുന്ന അതേ കണ്ടന്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന്റെ കൂട്ടത്തിൽ താഴെയായിട്ട് Out of edit upload supporting document. Upload only PDF file with maximum file size 1 MB. അപ്ലോഡ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ്. 1 MB കൂടുതലാത്ത ഫയലുകൾ വേണം നമ്മളിവിടെ അപ്ലോഡ് ചെയ്യാൻ. Button upload supporting document. Upload only PDF file with maximum file size 1 MB. Choose file browse. No. ഇവിടെ ബ്രൗസ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഫയൽ കൊടുക്കാം. Button file chosen. Choose file. Browse. Blank. Blank. Visited same page link cancel button save as draft button submit. ഇവിടെ 3 ഓപ്ഷൻ ഉണ്ട്. ക്യാൻസൽ ഉണ്ട്. നമുക്കിപ്പം സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് നമ്മുടെ കയ്യിലില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഡ്രാഫ്റ്റ് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഡ്രാഫ്റ്റ് എടുക്കാം. അല്ലെങ്കിൽ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് സബ്മിറ്റ് ആവും. ഞാനത് ഹോമിലോട്ട് പോവാണ്. നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ട്. Navigate out of heading level. Out of list. Out of heading level 4 government of RTI list. List with 4 items log out same page. 0 same. Complementary land. ഇവിടെ ഞാൻ Dashboard heading level 3. New RTI. Visited link more info. നമ്മൾ ന്യൂ RTI ആണ് ഇപ്പം നോക്കിയിട്ടുള്ളത്. ഇതിന്റെ താഴെയായിട്ട് Heading level 30. Payment pending. പേയ്മെന്റ് പെൻഡിങ്. നമ്മൾ പേയ്മെന്റ് അടയ്ക്കാത്തതുകൊണ്ട് ഇവിടെ കാണിക്കും. Link more info. Heading level 30. അത് 0 ആണ്. Applications returned for additional payment. ആപ്ലിക്കേഷൻ റിട്ടേൺ ചെയ്തത് അഡീഷണൽ പേയ്മെന്റ് വേണ്ടി റിട്ടേൺ ചെയ്ത ഫയൽ ഉണ്ടെങ്കിൽ ഇവിടെ കാണിക്കും. Link more. Heading level 30. Drafts. ഡ്രാഫ്റ്റ്സ്. Link more info. Heading level 30. RT is submitted. Link more info. Heading level 30. Reply status. Link more info. Content info landmark graph. ഇത്രയും സാധനങ്ങളാണ് ഇവിടെ Link more. RT is submitted. Heading link more in drafts. നമുക്ക് ഈ ഡ്രാഫ്റ്റിന്റെ Link more info. മോർ ഇൻഫോ എടുത്ത് നോക്കാം. RTI portal draft. Navigate heading level 4 government of heading level 1 RTI portal. Combo drafts no next head. Navigate drafts heading level 1. ഞാൻ H പ്രസ് ചെയ്ത് ഡ്രാഫ്റ്റിലോട്ട് വന്നു. List with 3 items link home / link ERTI / drafts. Out of list show combo box collapsed 10 entries. Search. Table with 2 rows and 5 columns showing 0 to 0 of 0 entries. Row 1 column 1 SL no. അപ്പോൾ നമ്മൾ ഡ്രാഫ്റ്റ് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണിക്കും. ഇപ്പം 0 എൻട്രീസ് ആണ്. Column 2 clickable up arrow. Registration number. Down arrow. Column 3 clickable up arrow. To department. Down arrow. Column 4 drafted. Down arrow. Column 5 down arrow. Clickable row 2 SL no. Column 1 through 5 no data available in table. No data available.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഡ്രാഫ്റ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ വരും. അത് പേയ്മെന്റ് സബ്മിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഈ നമുക്ക് ഈ ഡാഷ്ബോർഡിനകത്ത് തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് സംഭവം. ഞാനത് Out ലോഗൗട്ട് of ചെയ്യാം. Elements list. Logout. RTI Portal Drafts. Google Chrome window. RTI Portal Drafts doc. Clickable button close. Heading level 5 ready to leave. Button close. Select logout below if you are ready. Button cancel. Button logout. ഇവിടെ ലോഗൗട്ട് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. ലോഗൗട്ട് ബട്ടൺ കൊടുക്കാം. ERTI login. Content info. ലോഗൗട്ട്. No next edit required. ഓക്കെ, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് RTI സമർപ്പിക്കാം. നമുക്ക് ആരെയും സഹായം ഇല്ലാതെ തന്നെ സമർപ്പിക്കാൻ കഴിയും. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.